വെൽക്കം ടു ആർക്കേസ് സ്റ്റോറീസ്. ഇനിയും ഈ വഴിയെ 14. നിഷയും സൈമണും കൂടി ഓടിച്ചെല്ലുമ്പോഴും ആമ്പൽ മഹിയുടെ കവിളിൽ കടിച്ചു പിടിച്ചിരിക്കുകയായിരുന്നു. എടി ആമ്പു, എന്തോന്നാ നീ കാട്ടണേ? അവനെ വിട്ടെ. അടുത്തെത്തിയ നിഷ അവളെ പിടിച്ചു കുലുക്കിയപ്പോഴാണ് അവൾ ആ കടി വിട്ടത്. ചോര കുടിച്ചു കഴിഞ്ഞ കള്ളിയങ്കാട്ട് നീലിയെപ്പോലെ മണവാളന്റെ തോളത്തിരുന്ന് കിതക്കുന്ന മണവാട്ടിയെ കണ്ട് കിട്ടിയ അവസരം പാഴാക്കാതെ ഫോട്ടോഗ്രാഫർമാർ ആ സീൻ ക്യാമറയിൽ പകർത്തി. അവൾ താഴേക്ക് ഊർന്നിറങ്ങിയതും മഹി കവിൾ പൊത്തി. അടുത്തേക്ക് ഓടിയെത്തിയ നേത്രയും കീർത്തിയും അവൻ്റെ കവിളിൽ കരുവാളിച്ചു കിടന്ന പാട് പരിശോധിക്കുമ്പോൾ സൈമൺ എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുകയായിരുന്നു. എന്തോന്നാമ്പു നീ കാട്ടണേ? നിഷ അവളോട് ചൂടായി. പിന്നല്ലാതെ ആ പട്ടിയെന്നെ ഉമ്മ വെച്ചടി. നിഷ കണ്ണുമിഴിച്ച് മഹി നോക്കി. അത് പിന്നെ ആ ഫോട്ടോഗ്രാഫേഴ്സ് പറഞ്ഞിട്ടാ. കവിള് തടവിക്കൊണ്ട് മഹി നിഷ്കളങ്കനായി. കിട്ടിയ അവസരം മുതലാക്കാൻ നോക്കിയല്ലേ മച്ചാനെ, പക്ഷേ നല്ല കട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. സൈമൺ അവൻ്റെ കവളത്തേക്ക് നോക്കി പറഞ്ഞത് കേട്ട് മഹി അവനെ കൊല്ലാൻ പോകുന്നത് പോലെ നോക്കിയിട്ട് പറഞ്ഞു, ഡാ നീ എൻ്റെ കൈപ്പാങ്ങിനൊന്നും അറിയുന്നു കേട്ടാ, മനുഷ്യനാകെ പിടിവിട്ട് നിൽക്കുകയാണ്. അതിനിടയിൽ സൈമണിൻ്റെ അടുത്തേക്ക് ചെന്ന് ഒരു ഫോട്ടോഗ്രാഫർ ചോദിച്ചു, ആക്ച്വലി എന്താ പ്രശ്നം? ഇവർക്ക് ഈ കല്യാണം ഇഷ്ടമല്ലായിരുന്നു. സൈമൺ ആ ഫോട്ടോഗ്രാഫർക്ക് നേരെ തിരിഞ്ഞു. എന്തേ ഇപ്പോൾ അങ്ങനെ തോന്നാൻ? അല്ല, തുടങ്ങിയപ്പോൾ മുതലേ രണ്ടും ഒരുമാതിരി ഇടംതിരിവായിരുന്നു. സാധാരണ ഇപ്പോഴത്തെ കല്യാണത്തിന് ഫോട്ടോ എടുക്കുമ്പോൾ ഒന്ന് കെട്ടിപ്പിടിക്കാൻ പറഞ്ഞാൽ പിന്നെ പ്രസവത്തിൻ്റെ അന്നേ രണ്ടും പിടിവിടും. അതുകൊണ്ട് ചോദിച്ചതാ മോനെ. ആ ഇതിച്ചിരി വെറൈറ്റി ടീമാ ചേട്ടാ. ഇവൻ ഇത്തിരി ഭ്രാന്തും അവർക്ക് ഇച്ചിരി വട്ടുമുണ്ടെന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. സൈമൺ പറഞ്ഞത് കേട്ട് ആ ഫോട്ടോഗ്രാഫർ വായും പൊളിച്ച് നിൽക്കുമ്പോൾ നിഷ ആമ്പലിനെ ഗുണദോഷിക്കുകയായിരുന്നു. ഇടി, ഇതൊക്കെ കല്യാണം കഴിഞ്ഞ് ഫോട്ടോ എടുക്കുമ്പോൾ പതിവുള്ളതല്ലേ എന്നും വെച്ച് അവന്മാർ പറഞ്ഞ ഉടനെ അങ്ങനെ ചെയ്യാൻ അവനാരാ? അക്കൂടെ ആ നേത്രപിശാചിൻ്റെ ഒരു ഓഞ്ഞ സഹായവും. അങ്ങനെയല്ല മകിയേട്ട, ഇങ്ങനെയല്ല മകിയേട്ട. ശവം അല്ല, വല്ലാതെ എനിക്കത് അത്ര പിടിച്ചില്ല. അപ്പോഴും മഹിയുടെ കവിള് പരിശോധിക്കുകയായിരുന്ന നേത്രയെ നോക്കി ആമ്പൽ പിറുപിറുത്തു. നിന്റെ ശരിക്കുള്ള പ്രശ്നം എന്താമ്പു? അവൻ ഉമ്മ വച്ചതാണോ അതോ നേത്ര അവൻ്റെ കാര്യത്തിൽ ഇടപെടുന്നതാണോ? രണ്ടും. അപ്പോഴും അടങ്ങാത്ത ദേഷ്യത്തോടെ അവൾ മുരണ്ടു. എടീ, അവൾ അവൻ്റെ പെങ്ങളുടെ സ്ഥാനത്ത് നിന്നല്ലേ ഓരോന്ന് ചെയ്യുന്നത്. ആഹാ, ഇപ്പോൾ അവൾ പെങ്ങളായോ? കഴിഞ്ഞ ദിവസം നീയല്ലേ പറഞ്ഞത് ഇവളെ കൊണ്ട് അവനെ ലൈനടിപ്പിക്കാന്ന്? അന്ന് കല്യാണ സാരി എടുക്കാൻ പോയപ്പോൾ അറിയാതെ പറഞ്ഞതോർത്ത് നിഷ സ്വയം തലക്ക് തല്ലി. എടി നിച്ചു, നിനക്കറിയാലോ ഞാൻ അവളുടെ സ്വന്തം അപ്പച്ചിയുടെ മോളാണ്. എന്നാൽ അവനോ അവളുടെ അപ്പച്ചിയുടെ ഭർത്താവിൻ്റെ അനിയത്തിയുടെ മോൻ മാത്രമാണ്. എന്നിട്ടും അവൾക്ക് എന്നേക്കാൾ കൂടുതൽ കാര്യം അവനോടാ. ഓഹോ, മനസ്സിലായി. കാര്യം മനസ്സിലായതുപോലെ നിഷ തലയാട്ടി. എന്തോന്നു മനസ്സിലായെന്ന്? ആമ്പൽ നെറ്റി ചുളിച്ച് അവളെ നോക്കി. ഒന്നുമില്ല, നീ വാ. അതിന് മറുപടി പറയാതെ അവൾ ആമ്പലിനെയും വലിച്ചുകൊണ്ട് ഹാളിലേക്ക് നടന്നു. ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ, വാ നമുക്കും പോകാം. സൈമൺ പറഞ്ഞതോടെ ബാക്കിയുള്ളവരും ഹാളിലേക്ക് നടന്നു. മഹിയുടെ കവളത്തെ പാട് ആദ്യം കണ്ടത് ആമ്പലിൻ്റെ അമ്മയാണ്. അയ്യോ, ഇവൻ്റെ കവളത്ത് എന്തു പറ്റി? ഫോട്ടോ എടുക്കാൻ പോയപ്പോൾ പട്ടി കടിച്ചോ? ആ, ഒരു പട്ടി കടിച്ചതാണ് അമ്മായി. മഹി പറഞ്ഞത് കേട്ട് ആമ്പൽ ഒന്ന് മുന്നോട്ടാഞ്ഞു. ഇവനെ ഇന്ന് ഞാൻ. നിഷ അവളുടെ കയ്യിൽ കയറി പിടിച്ച് വലിച്ചു നിർത്തി. എൻ്റെ പൊന്നാമ്പു, ഒന്നടങ്ങ്, ഇന്ന് നിന്റെ കല്യാണമാണ്. അതിന് അങ്ങനെ ചോദിച്ചെങ്കിലും മനസ്സില്ലാ മനസ്സോടെ അവളൊന്നടങ്ങി. അപ്പോഴേക്കും ബാക്കിയുള്ളവരും എത്തി അവൻ്റെ കവിള് പരിശോധിക്കാൻ തുടങ്ങി. എൻ്റെ അപ്പച്ചി, അത് പട്ടി കടിച്ചതല്ല, ഹിക്കീസാണ്. നേത്ര അതിനിടയിൽ പറഞ്ഞത് കേട്ട് ലക്ഷ്മി മൂക്കത്ത് വിരൽ വെച്ചു. എന്തോന്ന്? ഹിക്കീസ് അപ്പച്ചി, ഹിക്കീസ്. അതായത് ആമ്പു ചേച്ചി മഹിയേട്ടനെ സ്നേഹത്തോടെ ഒന്ന് കടിച്ചതാ. ഈശ്വര, ഇതാണോടി ആമ്പു സ്നേഹത്തോടെയുള്ള കടി? എന്തോന്നടി ഇത്? നീ ഇങ്ങനെ സ്നേഹിക്കാൻ പോയാൽ അവൻ്റെ ശരീരത്തിൽ അവസാനം മാംസം ബാക്കി കാണില്ലല്ലോ. അമ്മ ഇങ്ങ് വന്നേ, അതൊക്കെ അവർ നോക്കിക്കോളും. താമി അമ്മയെയും വിളിച്ച്
സദ്യ നടക്കുന്നിടത്തേക്ക് പോയതോടെ ആമ്പൽ നിഷയുടെ നേരെ തിരിഞ്ഞു. ആ നേത്രപിശാചിനെ നീ തല്ലുമോ അതോ ഞാൻ തല്ലണോ? ആമ്പലിന്റെ ചോദ്യം കേട്ടതും നിഷ വീണ്ടും അവരുടെ കയ്യിൽ കയറി പിടിച്ചു നിർത്തി. സദ്യയുടെ സമയത്ത് ചെറുക്കനും പെണ്ണും പരസ്പരം വാരിക്കൊടുക്കാൻ ഫോട്ടോഗ്രാഫർ പറഞ്ഞത് കേട്ട് മഹി ഒരു പപ്പടം എടുത്ത് ആമ്പലിന്റെ വായിലേക്ക് കുത്തിക്കയറ്റാൻ നോക്കിയതും കൂടുതൽ തീറ്റിക്കാൻ നിന്നാൽ പ്രശ്നമാകുമെന്ന് കണ്ട ഫോട്ടോഗ്രാഫർമാർ ആ പണി അവിടെ അവസാനിപ്പിച്ചു. സദ്യയും ബാക്കി ചടങ്ങുകളും കഴിഞ്ഞ് ഹാളിൽ നിന്നും ഇറങ്ങാൻ നേരത്താണ് വെളിയിലിരിക്കുന്ന പുത്തൻ ഹാർലി ഡേവിഡ്സന്റെ നൈറ്റ് സ്റ്റാർ ബൈക്ക് കണ്ട് എല്ലാവരുടെയും കണ്ണു തള്ളിയത്. അതിൻ്റെ മുന്നിൽ ജസ്റ്റ് മാരീഡ് എന്ന ചെറിയൊരു ബോർഡും വെച്ചിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെ ഒരു കമ്പനി സ്റ്റാഫും നിൽപ്പുണ്ട്. ഇതേതാ ഈ ബൈക്ക്? മഹിയുടെ അച്ഛനാണ് ചോദിച്ചത്. അത് കേൾക്കും മുന്നേ മഹി ബൈക്കിന്റെ അടുത്തേക്ക് എത്തിയിരുന്നു. അതവന്റെ അമ്മമ്മ അവന് സമ്മാനമായി നൽകിയതാ, സൈമൺ പറഞ്ഞത് കേട്ട് എല്ലാവരും ഭാഗീരഥി അമ്മയെ നോക്കി. പുള്ളിക്കാരത്തി ആവട്ടെ ആരെയും മൈൻഡ് ചെയ്യാതെ നിന്നതേയുള്ളൂ. മഹിക്ക് പുറകെ സന്തോഷും ശരത്തും ബൈക്കിനടുത്തേക്കെത്തി. കോളടിച്ചല്ലോടാ മോനെ, നീ കുറെ നാളായിട്ട് ആഗ്രഹിക്കുന്നതല്ലേ? കല്യാണം കൊണ്ട് ഇങ്ങനെയും ഒരു ഗുണമുണ്ടായി അല്ലേ? ശരത് ചോദിച്ചത് കേട്ട് മഹി തലകുലുക്കി. മുഖം നിറഞ്ഞ ചിരിയോടെ ബൈക്കിൽ തൊട്ടു തലോടിക്കൊണ്ടിരുന്ന മഹിയെ കണ്ടതും അവൻ കുറച്ചു മുന്നേ കെട്ടിയത് ആ ബൈക്കിനെയാണോ എന്നൊരു സംശയം സന്തോഷിന് തോന്നിയെങ്കിലും പുള്ളിയത് മനസ്സിൽ ഒതുക്കിയതേയുള്ളൂ. അപ്പോഴേക്കും ഭാഗീരഥി അമ്മയും വിഷയം കൂടി ആമ്പലിനെയും കൂട്ടി അങ്ങോട്ടേക്ക് വന്നു. അവർക്ക് പുറകെ ബാക്കിയുള്ളവരും ആ ബൈക്കിനടുത്തേക്ക് എത്തി. ബൈക്കിന്റെ അടുത്തു നിന്ന റെപ്രസെന്റേറ്റീവ് ആ ബൈക്കിന്റെ താക്കോൽ മഹിക്കും ആമ്പലിനുമായി ഒരുമിച്ചാണ് നൽകിയത്. വിഷ് യു ബോത്ത് എ ഹാപ്പി മാരീഡ് ലൈഫ്. അവരെ ആശംസിച്ച് ഷേക്ക് ഹാൻഡ് നൽകിയ ശേഷം ആ റെപ്രസെന്റേറ്റീവ് അവിടെ നിന്നും യാത്രയായി. അപ്പോ ഈ ബൈക്കിലാണോ നിങ്ങൾ വീട്ടിലേക്ക് പോകുന്നത്? ആമ്പലിന്റെ അച്ഛൻ ചോദിച്ചപ്പോൾ മഹി അതേ എന്ന് തലയാട്ടി. കൊള്ളാം, അത് പൊളിക്കും. ഫോട്ടോഗ്രാഫർമാർക്കും അത് കേട്ട് ഉത്സാഹമായി. ബൈക്കിലേക്ക് കയറിയ മഹി അത് സ്റ്റാർട്ട് ചെയ്തിട്ട് മെല്ലെ ഇരപ്പിച്ചു. ചെല്ലടി, ചെന്നു കയറ്. നിഷ ആമ്പലിനെ തോളുകൊണ്ടൊന്ന് ഉന്തി. ഞാനില്ല, ആമ്പൽ പുറകോട്ട് വലിഞ്ഞു. നീ പോയി കയറിയില്ലേ, ദേ അവള് കയറും കേട്ടോ. ബൈക്കിന്റെ പുറകിൽ നിന്ന് അതിൽ തൊട്ടു തലോടിക്കൊണ്ട് അതിന്റെ ഭംഗി ആസ്വദിക്കുന്ന നേത്രയെ കണ്ണു കാട്ടിക്കൊണ്ട് നിഷ പറഞ്ഞതും കൂടുതൽ നിർബന്ധിക്കാതെ ആമ്പൽ ചെന്ന് സൈഡ് തിരിഞ്ഞ് ബൈക്കിലേക്ക് കയറിയിരുന്നു. അവൻ ബൈക്കൊന്ന് ഇരപ്പിച്ച് മുന്നോട്ടെടുത്തതും പുറകോട്ട് ആഞ്ഞുപോയ അവൾ അറിയാതെ അവന്റെ വയറിൽ ചുറ്റിപ്പിടിച്ചു. ഹേയ്, പോട്ടെ പോട്ടെ, വണ്ടി പോട്ടെ. നേത്രയും കീർത്തിയും കൂടി വിളിച്ചു കൂവുന്നതിനിടയിൽ മഹി വണ്ടി മുന്നോട്ടെടുത്തു. ഫോട്ടോഗ്രാഫർമാർ ചുറ്റിനും നിന്ന് അത് പകർത്തി. വണ്ടിയുടെ പുറകിലിരുന്ന് തിരിഞ്ഞു നോക്കിയ ആമ്പലിനെ നോക്കി എല്ലാവരും കൈ ഉയർത്തി വീശിക്കാട്ടി. അങ്ങനെ അതൊരു കരക്കെത്തിച്ചല്ലേ? പിന്നിൽ നിന്നും സൈമൺ ചോദിച്ചത് കേട്ട് നിഷ തിരിഞ്ഞു നോക്കി. കരക്കെത്തിച്ചെന്നു? തുഴയാൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ മോനെ. ഇനിയും എത്ര എത്ര തിരകൾ വരാൻ കിടക്കുന്നു. വാ, നമുക്ക് മെയിൻ ഡയറക്ടറെ കണ്ടൊന്ന് സംസാരിക്കാം. നിഷ പറഞ്ഞത് കേട്ട് സൈമൺ ഭാഗീരഥി അമ്മയെ നോക്കി. മഹിയും ആമ്പലും ബൈക്കിൽ പോകുന്നതും നോക്കി മനസ്സു നിറഞ്ഞ ചിരിയോടെ നിൽക്കുകയായിരുന്നു അവർ. തുടരും. കഥയുടെ അടുത്ത ഭാഗം പോസ്റ്റ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. See you soon.